കുറഞ്ഞ ബഡ്ജറ്റിലൊരു പ്രൊജക്ടർ വീട്ടിലേക്ക് വാങ്ങാൻ താല്പര്യമുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പ്രൊജക്ടറാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് പ്രൊജക്ടറിൻ്റെ ഈ മെയിൻ സ്പെക്കുകളൊന്ന്, ബോക്സിൽ വരുന്ന സ്പെക്കുകളൊന്ന് നോക്കാം. ആദ്യം പറയാനായിട്ടുള്ളത് 720p HD റെസൊല്യൂഷനാണ്. ഈ പ്രൊജക്ടർ നമുക്ക് 720p HD റെസൊല്യൂഷനാണ് ഇതിനുള്ളത്. അതിലും അർജൻറ്റായിട്ട് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത് ആൻഡ്രോയിഡ് TV OS ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു റെസൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 1080p 4K വരെയൊക്കെ ഇതിനകത്ത് സപ്പോർട്ടാകും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ്. വൈഡ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. 16:9 അതാണ് വൈഡ് സ്ക്രീൻ. അത്രയും സൈസിൽ വരെ നമുക്ക് ഇത് പ്ലേ ചെയ്യാം. പിന്നെ കണക്ടിവിറ്റി വരുന്നത് HDMI ഉണ്ട്, USB ഉണ്ട്, 3.5mm OX ഉണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് 5.3 ആണ്. പിന്നെ സ്ക്രീൻ മിററിങ്, അത് നമുക്ക് ഫോണിലെ കാസ്റ്റ് ചെയ്യാം. ഫോണിലുള്ള വീഡിയോ ഇത് നേരെ ഈ പ്രൊജക്ടറിൽ കൂടെ കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് മാനുവൽ ഫോക്കസ്. നമുക്ക് ഇത് ഫോക്കസ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ഇല്ലെങ്കിൽ ഫോക്കസ് കറക്റ്റ് ചെയ്യാം. അതുപോലെ ഫുൾ HD വരെയുള്ള സപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ബ്രാൻഡിനെ പറ്റിയാണ് പറയുന്നത്. സാറ്റ്കോ ആണ് ബ്രാൻഡ്. അതുപോലെ മോഡൽ നെയിം യുവാഗോ എന്നാണ്. അതുപോലെ മോഡൽ നമ്പർ 96, കളർ വൈറ്റ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. LED പ്രൊജക്ടറാണിത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊജക്ടറാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഈ ഒരു ബ്രാൻഡ് ശരിക്കും ലോ പ്രൈസ് തൊട്ട് ഹൈ പ്രൈസ് വരെ പല വേരിയൻറ്റ്, പല മോഡൽ ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുവാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറയാനായിട്ടുള്ളത് 4K സപ്പോർട്ടാണ്. 4K സപ്പോർട്ട്, 180 ഡിഗ്രി വ്യൂയിങ് ആംഗിൾ ഉണ്ട് ഇതിന്. ഇതിൻ്റെ ലൂമിൻസ് പറയുകയാണെങ്കിൽ ലൂമിൻസ് 8400 ആണ്. അതായത് 8400 ലൂമിൻസ് ആണുള്ളത്. ആൻസി ലൂമിൻസ് അല്ല, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൊജക്ടർക്ക് ആൻസി ലൂമിൻസ് പറയാറുണ്ട്. അത് ഇതിൽ ഇച്ചിരി കൂടി ഒരു പവർ ഉള്ളതാണത്. അതല്ല ഇതിന് പറയുന്നത്, ലൂമിൻസ് ആണ്, നോർമൽ ലൂമിൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാമ്പിൻ്റെ LED ലാമ്പിൻ്റെ ആ ഒരു ലൈഫാണ് പറയുന്നത്. അത് 50,000 അവറാണ്. 50,000 അവറാണ് നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററി അല്ല, ഇൻബിൽറ്റ് ബാറ്ററി ഒന്നുമില്ല. നമുക്ക് മെയിൻസിൽ വർക്ക് ചെയ്യിക്കാവുന്ന പ്രോഡക്റ്റാണിത്. അതുപോലെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇത് ആൻഡ്രോയിഡ് വെർഷനാണെന്ന് പറഞ്ഞല്ലോ, അത് TV OS ആണ്. TV OS ആൻഡ്രോയിഡ് 13 ആണ് ഇതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമൊക്കെ ഇതിനകത്ത് വൈഫൈയിലൂടെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് പ്ലേ ചെയ്യാം, TV പോലെ തന്നെ. അപ്പോൾ സ്പെക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ള കേസാണ്. ഇതിൻ്റെ ബോക്സിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 21K ആണ്. അത് 21,990 അത്രയും ക്യാഷാണ് കിടക്കുന്നത്. പക്ഷേ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് നല്ല സിമ്പിൾ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ വാറണ്ടിയുടെ കാര്യം പറഞ്ഞേക്കാം. നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ യൂസർ ഗൈഡും ഉണ്ട് ഇതിൻ്റെ കൂടെ. കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. 1 ഇയർ വാറണ്ടി. പിന്നെ നമുക്കിത് 10 days റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് ആമസോൺ തരുന്നതാണ്. ആമസോണിൽ നിന്ന് ബൈ ചെയ്ത പ്രോഡക്റ്റാണിത്. ഇനി ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്രോഡക്റ്റ്സിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ AC കോഡ് ആദ്യം കാണിക്കേണ്ടത്. ഇത് നമ്മൾ AC വർക്ക് ചെയ്യുന്ന ഐറ്റമാണ്. റീചാർജുകളൊന്നും അല്ല, ബാറ്ററി ഒന്നും ഉള്ളിലില്ല. കമൻറ്റ് ബോക്സിൽ ആരും അങ്ങനെ ഒന്നും ചോദിക്കണ്ട. അപ്പോൾ AC കോഡുണ്ട്. അതുപോലെ പിന്നെ ഒരു 3.5mm കണക്ടർ കൺവേർട്ട് ചെയ്ത് RF കോഡ്. അതായത് നമുക്ക് ഇത് സൗണ്ട് ബാറിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള കണക്ടറാണിത്. പിന്നെയുള്ളത് നമുക്ക് ഒരു റിമോട്ടുണ്ട്. ഒരു ചെറിയ കോമ്പാക്റ്റ് റിമോട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ കൂടെയുള്ളത്. അപ്പം ബാക്ക് സൈഡിൽ നമുക്ക് ഇതിന് പവർ ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് എൻഡിൽ തന്നെ പവർ ബട്ടൺ ഉണ്ട് നമുക്ക് ഓൺ ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു HDMI പോർട്ട് നിങ്ങൾക്ക് കാണാം. HDMI ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് ഹെഡ്സെറ്റ് പോർട്ടുണ്ട്. 3.5mm ജാക്ക് കണക്ട് ചെയ്ത് ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു പോർട്ട് കൂടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് USB ഉണ്ട്. USB കണക്ടിവിറ്റി ഉണ്ട്. അതിൻ്റെ താഴെ ഒരു സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സ്ലോട്ട് ശരിക്കും IR സെൻസറാണ്. നമുക്ക് റിമോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള IR സെൻസറും ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിവശത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മെയിൻസ് കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണാൻ പറ്റും. ഇത്രയും പോർട്ടുകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്.
പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളൊരു നോബ് കാണാനായിട്ട് സാധിക്കും. അത് വേറൊന്നുമല്ല, നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. 180 ഡിഗ്രി റൊട്ടേറ്റഡ് ആണ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സ്റ്റാൻഡോട് കൂടിയാണെന്നുള്ളത് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പ്രൊജക്ഷൻ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ഒരു മേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ കനമൊന്നുമില്ല സാധനത്തിന്. അതുപോലെ പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് കണ്ടല്ലോ, സ്റ്റാൻഡിൻ്റെ അടിവശത്ത് തന്നെ ഇത് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ബുഷ് ടേപ്പായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുള്ള് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടത് നിങ്ങൾക്ക് ഇത് വാങ്ങാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻ കൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഡാമേജ് ആയി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് കണ്ണിലൊന്നും അടിക്കാണ്ട് നിൽക്കരുത്. അത് കണ്ണിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡാമേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള ടെമ്പറേച്ചറിൻ്റെ കേസ്, വല്ലാണ്ട് തണുപ്പ് പറ്റത്തില്ല, എന്നാൽ വല്ലാണ്ട് ചൂടും പറ്റത്തില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ 0 ഡിഗ്രി, അതുപോലെ 35 ഡിഗ്രി, ഈ ഡിഗ്രിയിലൊക്കെയുള്ള കൊണ്ടുവച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിൻ്റെ മീൻസ് നമ്മൾ ഒരു കാരണവശാലും ഈ തുണികളോ ക്ലോത്ത്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഇട്ട് തൂക്കാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെയല്ല ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ശരിക്കും ബ്ലോവർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ക്യാമറ ക്ലീൻ ചെയ്യുന്ന ചെറിയ ബ്ലോവർ കിട്ടും. ആ ബ്ലോവർ കൊണ്ട് ഈ എയർ അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ക്ലോത്തൊന്നും ഇട്ട് ഒരു കാരണവശാലും തൂത്ത് കഴിയുമ്പോൾ ഡാമേജ് ആകും. പിന്നെ അർജൻറ്റായിട്ട് പറയേണ്ട കേസ്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഈ എയർ അകത്തേക്ക് എടുക്കാനും വായു അകത്തേക്ക് എടുക്കാനും അതുപോലെ പുറത്തേക്ക് എയർ പുറത്തേക്ക് പോകണമല്ലോ, അതുകൊണ്ട് അങ്ങനെ 2 ഹോൾസ് ഉണ്ട്. നമ്മളിത് ഒന്നും വെച്ചിട്ട് കവർ ചെയ്യരുത്. അത് കവർ ചെയ്യാതെ വേണം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ. അതായത് അകത്തേക്ക് എയർ കയറുകയും വേണം, പുറത്തേക്ക് എയർ ഇറങ്ങി പോവുകയും വേണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസാണ് ഈ പൊടിയും ഈർപ്പവും. ഈർപ്പം എന്ന് പറഞ്ഞാൽ അവസ്ഥയൊന്നും ഉണ്ടാകരുത്. അതുപോലെ പൊടിയൊന്നും വന്ന് കയറാത്തടത്തൊക്കെ വെക്കുക. അങ്ങനെ നിങ്ങൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ സാധനത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടും. ഇനി ഇതിൻ്റെ ഓഡിയോയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പീക്കറുണ്ട്, ബിൽറ്റ് ഇൻ സ്പീക്കറുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ് പറയുന്നത്. പക്ഷേ അത് വലിയ വാട്ടയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് സിനിമയെ കാണാനാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൗണ്ട് ബാറോ വയർലെസ് സ്പീക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലെ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സ്ലൈഡ് ഷോ, അതായത് ഇൻഫോർമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ സ്ക്രീൻ ചെയ്ത് അതിൻ്റെ ഓഡിയോ ജസ്റ്റ് കേട്ടാൽ മതി എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഓഡിയോ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് വർക്ക് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡാർക്കിലാണ് വർക്ക് ചെയ്യിക്കുന്നത്. നമുക്ക് ഇരുട്ട് വേണം. ശരിക്കും ഇരുട്ടുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇത് റിമോട്ടിലുള്ള കാര്യങ്ങൾ ബട്ടൺസൊക്കെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ രണ്ട് റെഡിൽ വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ, പവർ ബട്ടണാണ് നമുക്ക് ഓൺ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ എന്ന് കാണിച്ചിരിക്കുന്നത് മീഡിയയാണ്, അതായത് ഫോട്ടോസോ വീഡിയോസ് അങ്ങനെയുള്ള സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അത് സോഴ്സാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത്, HDMI, USB അങ്ങനെയുള്ള സോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ. പിന്നെ ഓക്കെ ബട്ടൺ ഇതൊക്കെ യൂഷ്വലി ഉള്ളതാണല്ലോ. താഴേക്ക് വരുമ്പോൾ നമുക്ക് -+, വോളിയമാണ് കേട്ടോ. വോളിയം +, അതുപോലെ നടുക്ക് മ്യൂട്ടുണ്ട്. വോളിയം മ്യൂട്ട് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്, 3 ലൈൻസ് കാണാം, അത് ഓപ്ഷൻസ് ആണ്. പിന്നെ ഇത് ബാക്ക് അടിക്കാനായിട്ടുള്ള ഓപ്ഷനാണ്, നമുക്ക് ബാക്ക് അടിച്ച് പുറകോട്ട് പോകാനായിട്ടുള്ളത്. പിന്നെ ഒരു മൗസിൻ്റെ പടം നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്കൊരു മൗസ് ഇത് പ്രസ് ചെയ്താൽ നമുക്ക് സ്ക്രീനിൽ ഒരു മൗസ് പോയിൻ്റർ വരും. എന്നിട്ട് ആ പോയിൻ്റർ എങ്ങോട്ട് വേണം നമുക്കിങ്ങനെ മൂവ് ചെയ്യിക്കാം, മൂവിച്ച് കൊണ്ടുപോകാം. അതിനുള്ളതാണത്. അപ്പോൾ ഇത്രയും ബട്ടൺസാണ് നമുക്ക് ഈ റിമോട്ടിലുള്ളത്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആൻഡ്രോയിഡിയുടെ സെയിം ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആൻഡ്രോയിഡിയുടെ സെയിം ഫംഗ്ഷനാണ്. ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും കാണാൻ പറ്റും. ആപ്പ് സ്റ്റോർ ഇതിൻ്റെ കമ്പനി തരുന്നു, പ്ലേ സ്റ്റോർ ഗൂഗിളിൻ്റെ. അതുപോലെ തീമൊക്കെ മാറ്റാം, അതാണ് നിങ്ങൾ കാണുന്നത്. അത് ടോപ്പിലുണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് പല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതൊക്കെ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യാനുള്ളേ ഉള്ളൂ. അതുപോലെ പിന്നെ വരുന്നത് വൈഫൈ, അതും എല്ലാ ഐക്കൺസും ടോപ്പിലുണ്ട്, ടോപ്പ് റൈറ്റ് സൈഡിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പ്ലേ ചെയ്യുന്നത് USB ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ആപ്സിനകത്ത് നമുക്ക് ആപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ 1080p 10 ബിറ്റ് ക്വാളിറ്റിയിലുള്ള വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഇത് ഹയർ ക്വാളിറ്റിയാണ്, പക്ഷേ അതും ഇതിനകത്ത് പ്ലേ ആകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പ്ലേ ആകാൻ കാരണം ആൻഡ്രോയിഡ് OS വരുന്നതുകൊണ്ടാണ് കേട്ടോ. ആൻഡ്രോയിഡ് OS വരുന്നതുകൊണ്ടുള്ള ഏറ്റവും ഒരു ഗുണം 720p വരെയുള്ള ഒരു ക്വാളിറ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് 1080p ഒക്കെ ഇതിൽ വർക്കാകുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MX പ്ലെയർ, VLC ഒക്കെ പോലുള്ള പ്ലെയറുകൾ നമുക്ക് ഇതിൽ ഇടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാറ്റപ്പെട്ട വീഡിയോസൊക്കെ ഇതുപോലെ പ്ലേ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക്. ഇപ്പോൾ നൈറ്റിലാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. ഏത് പ്രൊജക്ടർ ആണെങ്കിലും നമുക്ക് ആ ഇരുട്ടുണ്ടെങ്കിലാണ് നമുക്ക് മാക്സിമം ഇതായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ലൂമിൻസിൻ്റെ ആ ഒരു പവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ സ്ക്രീൻ ചെയ്ത് കാണിക്കുന്നത് വെറും ഭിത്തിയിലാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. നമുക്ക് ഇതിൻ്റെ സ്ക്രീനും പ്രൊജക്ഷൻ ഷീറ്റും ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്നത് നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത ആമസോണാണ്, അതുപോലെ ഇതിൻ്റെ സൈറ്റിൽ നിന്നും വാങ്ങാൻ നിങ്ങൾക്ക്. അപ്പോൾ 2 ലിങ്കുകൾ നമ്മൾ പർച്ചേസ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് അറിയാണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പോൾ 6,990, അതൊരു 7 രൂപ, 7,000 രൂപയോളം അടുത്താണ് ഇതിൻ്റെ ഒരു റേറ്റ്. ഞങ്ങൾ വാങ്ങിയ പ്രൈസാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് നോക്കിയിട്ട് ആ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഈ പ്രൊജക്ടർ ആർക്കാണ് ശരിക്കും ഉപകാരപ്പെടുന്നത്, ആർക്കാണ് വാങ്ങാൻ പറ്റിയെന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി, ലോ പ്രൈസ് അതായത് വില കുറവിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് പറ്റുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചെറിയ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രൊജക്ടറിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.